ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെയും പഞ്ചാബ് FCയുടെയും മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങളിൽ വീഡിയോ കണ്ടു പോകുന്ന 90% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം ഫെബ്രുവരി 12-ാം തീയതി രാത്രി 7:30 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് അരങ്ങേറുക. അതുകൊണ്ട് തന്നെ ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ ഒഡീഷ FCയോട് 1-2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം പഞ്ചാബ് FC ആകട്ടെ അവരുടെ അവസാന മത്സരത്തിൽ ബംഗളൂരു FCയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ ഒരു 10ാം സീസണിലെ ആദ്യ പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പഞ്ചാബ് FCയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പാദ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ചേഞ്ചുകളുമായിട്ടാണ് പഞ്ചാബ് FC കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അടുത്ത പഞ്ചാബ് FCയുമായുള്ള മത്സരം വളരെ നിർണായകം തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കടക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറെ നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ വേണ്ടി മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കോ ലസ്കോവിച്ച്, മിലോസ് ഡ്രിൻസിച്ച്, പ്രീതം കോട്ടാൽ, നവോച്ച സിംഗ് എന്നിവരും അണിനിരക്കും. സെന്റർ ബാക്കുകളായിട്ട് മാർക്കോ ലസ്കോവിച്ചും മിലോസും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗുമാണ് കളിക്കാൻ സാധ്യത. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അസർ, ജീക്സൺ സിംഗ്, ഫെഡോ സെർണിച്ച്, മുഹമ്മദ് ഐമൻ എന്നിവരും അണിനിരക്കും. സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് മുഹമ്മദ് അസറും ജീക്സൺ സിംഗും കളിക്കുമ്പോൾ റൈറ്റ് വിംഗ് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈനിങ് ആയ ഫെഡോ സെർണിച്ചും ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷദ്വീപിലെ മിന്നും താരമായ മുഹമ്മദ് ഐമനും കളിക്കും. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസും നിഹാൽ സുധീഷും അണിനിരക്കാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ ദിമിത്രിയോസിന് ചെറിയ രീതിയിലുള്ള ഒരു പേശി വലിവ് അനുഭവപ്പെട്ടതുകൊണ്ട് താരം ഇതുവരെ പരിശീലന സെക്ഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസത്തെ ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ പ്രഡിക്ഷനും നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.